നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികളെ പ്രതിസന്ധിയിലാക്കി കുവൈറ്റിന്റെ മൗനം തുടരുകയാണ്. കോവിഡ് വ്യാപനത്തെ തുടർന്ന് ഇന്ത്യ അടക്കം 32 രാജ്യങ്ങളിലേക്ക് പ്രഖ്യാപിച്ച യാത്രാവിലക്ക് തുടരുമെന്ന് കുവൈറ്റ് വ്യക്തമാക്കുകയാണ്. അതേസമയം വിലക്കില്ലാത്ത രാജ്യത്ത് 14 ദിവസം താമസിച്ച് കുവൈറ്റിലേക്ക് വരാൻ സാധിക്കുന്നതായിരിക്കും. കുവൈറ്റ് വിസയുള്ള 4,26,871 വിദേശികൾ രാജ്യത്തിന് പുറത്ത് കഴിയുന്നുണ്ടെന്നും സർക്കാർ ഇതിനോടൊപ്പം തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. കോവിഡിനെ തുടർന്ന് കുവൈറ്റ് യാത്രാവിലക്ക് ഏർപ്പെടുത്തിയ രാജ്യങ്ങൾക്ക് ഇളവ് നൽകണോ, കൂടുതൽ രാജ്യങ്ങളെ പട്ടികയിലേക്ക് കൂട്ടിച്ചേർക്കണമോ എന്ന കാര്യത്തിൽ ആരോഗ്യ മന്ത്രാലയം എടുക്കുന്ന നിലപാടിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനം എടുക്കുന്നതായിരിക്കും. എന്നാൽ യാത്രാവിലക്കില്ലാത്ത രാജ്യത്ത് 14 ദിവസം ക്വാറന്റൈനിൽ താമസിച്ച് കുവൈറ്റിലേക്ക് മടങ്ങി വരാൻ അവസരവും ലഭിക്കുന്നതായിരിക്കും. ഓരോ രാജ്യങ്ങളിലെയും കോവിഡ് വ്യാപനത്തിന്റെ തോതനുസരിച്ചാണ് യാത്രാവിലക്കിന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കുന്നത്. അതേസമയം കുവൈറ്റ് വിസയുള്ള 4,26,871 വിദേശികൾ രാജ്യത്ത് പുറത്ത് കഴിയുന്നുണ്ടെന്നും സർക്കാർ അറിയിച്ചു. അവധിക്ക് നാട്ടിൽ പോയി വിമാന സർവീസ് ഇല്ലാത്തതിനാൽ തിരിച്ചു വരാൻ കഴിയാത്തവരാണ് ഇവരിൽ ഭൂരിഭാഗം പേരുമെന്നും ആഭ്യന്തര മന്ത്രാലയത്തിലെ താമസകാര്യ അണ്ടർ സെക്രട്ടറി മേജർ ജനറൽ അൻവർ അൽ ബർജാസ് വ്യക്തമാക്കി. വർക്ക് പെർമിറ്റ് കാലാവധി കഴിഞ്ഞവരെ രാജ്യത്ത് പ്രവേശിപ്പിക്കാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം പറയുകയുണ്ടായി. കുവൈറ്റിലേക്ക് വരാനുള്ള എല്ലാത്തരം വിസകളും താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.